നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 25 തിങ്കളാഴ്ചയാണ്. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും സെൻസെക്സും ഒരുപോലെ കനത്ത ഇടിവിലേക്ക് പോയൊരു ദിവസമായിരുന്നു വെള്ളിയാഴ്ച. മിഡ് ക്യാപ് ഇൻഡെക്സ് മാത്രമാണ് സ്വല്പം ഒന്ന് പിടിച്ചു നിന്നത്. ഡൗൺ സൈഡിൽ നിഫ്റ്റിയിൽ കഴിഞ്ഞ തിങ്കളാഴ്ച ഫോം ചെയ്ത ആ ഒരു ബുള്ളിഷ് ഗ്യാപ്പ് ഏരിയ ഫിൽ ചെയ്യുമോ എന്ന് തന്നെയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഇനി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക്. S&P 500ഉം നാസ്ഡാക്കും നല്ല നേട്ടത്തിലാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. ജാക്സൺ ഹോൾ യോഗത്തിൽ US ഫെഡറൽ ചെയർമാൻ ജെറോം പവൽ സംസാരിച്ചതിന് ശേഷമാണ് US മാർക്കറ്റുകൾ ശക്തമായ നിലയിൽ ഉയർന്നത്. പലിശ നിരക്ക് കുറയ്ക്കാൻ അടുത്ത ആഴ്ച സാധ്യതയുണ്ട് എന്നുള്ള പ്രതീക്ഷകൾ വന്നത് തന്നെയാണ് US മാർക്കറ്റുകൾ ഉയരാൻ കാരണമായത്. സെപ്റ്റംബറിൽ 0.25% നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യത ഇപ്പോൾ 84%ആയിട്ടാണ് CME ഫെഡ് വാച്ച് ടൂൾ കാണിച്ചു തരുന്നത്. വെള്ളിയാഴ്ച US മാർക്കറ്റുകൾ ശക്തമായി ഉയർന്നതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്യാനിരിക്കുന്ന നമ്മുടെ നിഫ്റ്റിയും നല്ല ഒരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിങ്ങിന് സാക്ഷ്യം വഹിക്കാനാണ് സാധ്യതയുള്ളത്. ഇനി ഈ ബുധനാഴ്ചയാണ് എൻവിഡിയുടെ റിസൾട്ട് വരുന്നത്. കൂടാതെ ഡെല്ലിൻ്റെയും മാർവലിൻ്റെയും റിസൾട്ടുകൾ വ്യാഴാഴ്ച പുറത്തു വരും. അതുകൊണ്ട് തന്നെ ടെക് കമ്പനികളെ സംബന്ധിച്ച് US അങ്ങേയറ്റം പ്രധാനപ്പെട്ട ഒരു ആഴ്ചയാവാൻ സാധ്യതയുണ്ടത്. ഇനി വെള്ളിയാഴ്ച പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റ കൂടി പുറത്തു വരും. അതും ഫെഡറൽ റിസർവിനെ സംബന്ധിച്ച് ഇൻഫ്ലേഷൻ അളക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ഡാറ്റ തന്നെയായിരിക്കും. ഇനി യൂറോപ്യൻ വിപണിയും വെള്ളിയാഴ്ച പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. കഴിഞ്ഞ ആഴ്ച ശക്തമായിട്ടുള്ള നേട്ടത്തിൽ തന്നെയാണ് UK FTSE ക്ലോസ് ചെയ്തത്. വെള്ളിയാഴ്ച അവിടെ നല്ല നേട്ടമുണ്ടാക്കിയ സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ മൈനിങ്, ഓട്ടോ, ട്രാവൽ തുടങ്ങിയ സെക്ടറുകളാണ് ടോപ്പ് ഗെയിനേഴ്സായി മാറിയത്. കൂടാതെ വെള്ളിയാഴ്ച റെക്കോർഡ് ഹൈയിലാണ് UK മാർക്കറ്റ് FTSE ക്ലോസ് ചെയ്യുന്നത്. ഇനി ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ എത്തർ ഫ്രഷ് റെക്കോർഡ് ഹൈ ടച്ച് ചെയ്തിരിക്കുന്നു. എന്നാൽ ബിറ്റ്കോയിനിൽ ഇന്ന് 2% ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് $1,12,000 ട്രേഡ് ചെയ്യുന്നത്. ഇനി ഗോൾഡ് പ്രൈസിലേക്ക് വന്നാൽ സ്പോട്ട് ഗോൾഡ് 1% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഇന്നലെ പവന് 74,520 രൂപയായിരുന്നു. ഓയിൽ പ്രൈസുകളിലേക്ക്. വെള്ളിയാഴ്ച ഓയിൽ പ്രൈസുകൾ ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്ന ബ്രന്റും WTI ഫ്യൂച്ചേഴ്സും ചെറിയ പോസിറ്റിവിറ്റിയിൽ ട്രേഡ് ചെയ്യുന്നു. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോഴിത് 55% ഡിസ്കൗണ്ടോടുകൂടി 3 മാസത്തേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു വലിയ അവസരം ഈ ഓണത്തിനോടനുബന്ധിച്ച് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. പ്രധാനപ്പെട്ട സ്റ്റോക്ക് ന്യൂസുകളും മറ്റു ചില കാര്യങ്ങളുമാണ് നമ്മളിവിടെ പറയുന്നത്. ആദ്യം നിഫ്റ്റി 50യിൽ ഇന്ന് മുതൽ ഒരു മാറ്റം വരുന്നത് ഇന്റർഗ്ലോബ് ഏവിയേഷനും മാക്സ് ഹെൽത്ത് കെയറും നിഫ്റ്റി 50യിൽ ആഡ് ആകും. അതായത് ഹീറോ മോട്ടോ കോർപ്പിനും ഇൻഡസിൻഡ് ബാങ്കിനും പകരമായിട്ടാണ് ഈ 2 കമ്പനികൾ നിഫ്റ്റി 50യിൽ ആഡ് ആകുന്നത്. മറ്റ് ചില സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം യെസ് ബാങ്ക്. ജപ്പാനിലെ SMBCക്ക് 25% വരെ ഓഹരികൾ വാങ്ങാൻ RBIയിൽ നിന്നും അനുമതി ലഭിച്ചു. അടുത്തത് ടിറ്റാഗ്ര റെയിൽ എന്ന കമ്പനിയാണ്. ബനാറസ് ലോക്കോമോട്ടീവ് വർക്സിൽ നിന്ന് 91 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. അടുത്തത് റെയിൽടെൽ ആണ്. രാജസ്ഥാൻ സർക്കാരിൽ നിന്ന് 13 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നു. അടുത്തത് ബാംഗ്ലൂരുവിൽ പുതിയ ഭവന പദ്ധതി ആരംഭിച്ചിരിക്കുന്നു. 950 കോടി രൂപ വരുമാന സാധ്യതയുള്ള ഒരു പദ്ധതിയാണ് ബ്രിഗേഡ് എന്റർപ്രൈസസ് ആരംഭിച്ചിരിക്കുന്നത്. മറ്റൊരു കമ്പനി ഇൻട്രാർക്ക് ബിൽഡിംഗ് എന്ന കമ്പനിയാണ്. റെങ്ഡ മൈനിങ്ങിൽ നിന്ന് 90 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. അടുത്തത് ഇൻഡസിൻഡ് ബാങ്ക്. രാജീവ് ആനന്ദ് പുതിയ MDയും CEOയുമായി ചുമതലയേൽക്കും. അടുത്തത് TVS മോട്ടോഴ്സ് എന്ന കമ്പനി. വേണു ശ്രീനിവാസൻ വീണ്ടും ഡയറക്ടറായി നിയമിച്ചതായി കമ്പനി അറിയിച്ചു. മറ്റൊരു കമ്പനി ഫാൽക്കൽ മോട്ടോർ എന്ന കമ്പനിയാണ്. പുതിയ CEOയെ കമ്പനി നിയമിച്ചു. അടുത്തത് എൽപ്ര ഇന്റർനാഷണൽ. 37 കോടി രൂപ മൂല്യമുള്ള HDFC ബാങ്ക് ഓഹരികൾ കമ്പനി വാങ്ങിയിരിക്കുന്നു. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്ക് PG ഇലക്ട്രോപ്ലാസ്റ്റ്, RBL ബാങ്ക്, ടിറ്റാഗ്ര റെയിൽ സിസ്റ്റംസ് തുടങ്ങിയവയാണ്. ഇനി മറ്റൊരു മുഖ്യമായിട്ടുള്ള കാര്യമുള്ളത്, ആർക്കെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക് മുതലുള്ള കാര്യങ്ങൾ പഠിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്റ്റുഡൻസിന് ഞങ്ങളുടെ ബിഗിനേഴ്സിനായിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ പുതിയ ബാച്ച് കൂടി ആരംഭിച്ചിട്ടുണ്ട്. അതും കഴിയുന്നതും പെട്ടെന്ന് തന്നെ എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.70% നേട്ടത്തിലാണ്. സിംഗപ്പൂർ മാർക്കറ്റ് 0.11% നേട്ടത്തിൽ. ഹോങ്കോങ് മാർക്കറ്റ് 1% മുകളിൽ നേട്ടത്തിൽ. തായ്വാൻ മാർക്കറ്റ് 1.86% നേട്ടത്തിൽ.
കോസ്പി മാർക്കറ്റ് 0.69% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 24,958 എന്ന നിലയിൽ 80 പോയിന്റ്സ് ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 50 മുതൽ 60 പോയിന്റ്സിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇന്ന് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. നിഫ്റ്റി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത് വലിയ ഇടിവിലായിരുന്നു. 24,870 0.85% ഇടിഞ്ഞാണ് വെള്ളിയാഴ്ച നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ഇനി കഴിഞ്ഞ ആഴ്ചത്തെ ചാർട്ട് പരിശോധിക്കുകയാണെങ്കിൽ തിങ്കളാഴ്ച മുതൽ ഉണ്ടാക്കിയ നേട്ടം വെള്ളിയാഴ്ചത്തെ ആ ഒരു ഒറ്റ ക്യാൻഡിൽ ഇല്ലാതെയാക്കിയിട്ടുണ്ട്. ഇനി നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചത്തെ ആ ഒരു വലിയ ഗ്യാപ്പ് അവിടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്യാപ്പ് ഇനി വരും ദിവസങ്ങളിൽ ഫില്ല് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഒരുപക്ഷെ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തതിന് ശേഷം നിഫ്റ്റി മുകളിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. നിഫ്റ്റിയെ സംബന്ധിച്ച് അപ്സൈഡിലേക്ക് വന്നാൽ 25,000 പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ഏരിയ ആവാൻ സാധ്യതയുണ്ട്. വീക്ക്ലി ചാർട്ടിൽ ഒരു ഷൂട്ടിംഗ് സ്റ്റാറിന് സമാനമായ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ് ഫോം ആയിരിക്കുന്നത്. ഒരു ബിയറിഷ് റിവേഴ്സൽ പാറ്റേൺ ആവാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ വരുന്ന ആഴ്ചകളിൽ ഒരു കൺഫർമേഷൻ ലഭിച്ചാൽ മാത്രമേ നമുക്കതിലൊരു ഉറപ്പ് പറയാൻ കഴിയുകയുള്ളൂ. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 55,149 606 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. 1% മുകളിലുള്ള വലിയൊരു ഫോൾ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിലുണ്ടായത്. ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായിട്ട് ഒരു സൈഡ് വൈസിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ വെള്ളിയാഴ്ചത്തോടെ ആ ഒരു വലിയ ഫോൾ വന്നതോടെ ആ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈനും ബ്രേക്ക് ചെയ്ത് അതിനും താഴെയായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡൗൺ സൈഡിലെ ഓഗസ്റ്റ് 8-ാം തീയതിയിലെ ലോ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്നാണ്. ഓഗസ്റ്റ് 8-ാം തീയതിയിലെ ലോ 54,920 ആണ്. അത് കഴിഞ്ഞാൽ ഡൗൺ സൈഡിൽ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 54,440 മുതൽ 53,850 വരെയുള്ള ആ ഒരു സോണാണ്. അതിന് മുന്നേയായി ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 100 ഡേ EMA ഉള്ളത് 55,026 ആ ഒരു ലെവൽ കൂടി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമ്മൾ ഫോക്കസിൽ വെക്കേണ്ടത് ഓഗസ്റ്റ് 8-ാം തീയതിയിലെ ലോയും പിന്നീട് ആ ഒരു സോണുമാണ്. ഏതായാലും ഇപ്പോൾ നിഫ്റ്റി 5 ഡേ 10 ഡേ 20 ഡേ EMAകൾക്ക് താഴെയായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിട്ടുള്ളത്. ഇനി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിന് ഓണത്തിൻ്റെ ഓഫറുമായി ബന്ധപ്പെട്ട് 55% ഡിസ്കൗണ്ടിലാണ് ഇപ്പോൾ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള പ്രത്യേക ഓഫർ നൽകിയിരിക്കുന്നത്. സ്റ്റുഡൻസിന് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ടുമുകളിലെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നിവിടെ നമ്മൾ ഷെയർ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റർ, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.